ഞാൻ 20 വയസ്സായിട്ട് പണിക്ക് പോകുന്നുണ്ട്, എന്റെ കയ്യിൽ ഞാൻ സ്വന്തമായിട്ട് പണിയെടുത്ത് വാങ്ങിച്ച ഫോണാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്റെ കമന്റ് ബോക്സിൽ കോമൺലി കാണുന്ന ഒരു കാര്യമാണ് ഇവിടെ ആമ്പിളാർ 14 വയസ്സോട്ട് പണിക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. ശരിയാണ്, ആൺകുട്ടികൾ 14 വയസ്സോട്ട് പണിക്കുക. എന്റെ ചേട്ടനും എന്റെ കസിൻസ് ഒക്കെ അങ്ങനെ വർക്കിന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആഗ്രഹമായിരുന്നു വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാതെ എന്റെ പോക്കറ്റ് മണിക്കുള്ള കാശെങ്കിലും സ്വന്തമായിട്ട് ഏൺ ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ വീട്ടിൽ ചോദിച്ചു, ഞാൻ പത്രം വിൽക്കാൻ പൊക്കോട്ടെ. ആ സമയത്ത് എനിക്ക് സൈക്കിളുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ തീർത്തും പറഞ്ഞു നോ. ഞാൻ ചോദിച്ചു, അതിപ്പോ എന്താ, അണ്ണം പോകുന്നുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു വേണ്ട, പെമ്പിള്ളാർക്ക് അതൊന്നും പറ്റില്ല, സൊസൈറ്റി സേഫ് അല്ല എന്ന് പറഞ്ഞു. ശരിയാണ്, നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൻസിനെ സബ്ജക്റ്റ് ആയിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയാണ്. രാത്രി ഒറ്റയ്ക്ക് പോകുന്ന സേഫ് അല്ല, വെളുപ്പിനെയൊക്കെ പോകുന്ന സേഫ് ആയിരുന്നില്ല. അപ്പോൾ വളർന്നു വന്നപ്പോഴത്തേക്കും ഇപ്പൊ ഒരു ഇതായപ്പം എന്റെ പഠിത്തം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഏൺ ചെയ്യണം, എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് എനിക്ക് പഠിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യണം. അങ്ങനെയാണ് 20 വയസ്സെങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ കുഞ്ഞിലേക്ക് ഇലത്താളം പിടിക്കാൻ വരെ പോയായിരുന്നു. നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഓരോ സിംഗിൾ റുപ്പിക്കും അതിന്റെ വാല്യൂ ഉണ്ട്. 10, 14, 20 വയസ്സായിക്കോട്ടെ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക ആയിക്കോട്ടെ, നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് വെച്ചിട്ട് ഓൺലൈൻ കൂടെയൊക്കെ ഒരു രൂപ പോലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ടേക്ക് ദ കറേജ് ആൻഡ് ഡു ഇറ്റ് ഫോർ യുവർസെൽഫ്.